Assalamualaikum. Good morning to all. Welcome to the Maths class. How are you all? I hope all of you fine and safe at home. So we can start our class with dua for knowledge. Rabbi Yasir, wala tu'assir, wa tamim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma, Rabbi sidni ilma, Rabbi sidni ilma. Today we are going to learn two special triangles, that is equilateral triangle and isosceles triangle. Did you heard? Equilateral and isosceles is it? നിങ്ങൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇക്വലാറ്ററൽ എന്നും എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കാം. സോ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ സൈഡ്സിന് തമ്മിലൊരു ബന്ധമുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ ഈ ട്രയാങ്കിൾസിനെ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, ഏതൊക്കെ ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എന്തിൻ്റെ ബേസിലാണ്? അതിൻ്റെ ആംഗിൾസിൻ്റെ ബേസിലും അതിൻ്റെ സൈഡ്സിൻ്റെ ബേസിലും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ആ വേർഡിൽ തന്നെ ഉണ്ട് എന്ത്? ഈക്വൽ അല്ലേ? ഇക്വലാറ്ററൽ, ഈക്വൽ എന്തായിരിക്കും? ഈക്വൽ സൈഡ്സ്. എന്തായിരിക്കും? ഈക്വൽ സൈഡ്സ്. സോ ലിസൺ കെയർഫുള്ളി. എ ബി സി എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ എ ബി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ പറയുന്ന പേരാണ് എന്ത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ പറയുന്ന പേരെന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എ ട്രയാങ്കിൾ in which all the 3 sides are equal length is called an equilateral triangle. Okay, so ഈ equilateral triangles-ന്റെ സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ആംഗിൾസിന് എന്ത് സംഭവിക്കും? അതിൻ്റെ ആംഗിൾസും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈച്ച് ആംഗിൾ ഹാസ് മെഷർ 60 ഡിഗ്രി. ഇവിടെ എങ്ങനെ കിട്ടി 60 ഡിഗ്രി? നമ്മൾ ഇതിന് പ്രീവിയസ് ആയിട്ട് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം, ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഏതൊരു ട്രയാങ്കിളിൻ്റെയും എന്താണ്? 3 സൈഡ്സ്, 3 ആംഗിൾസിൻ്റെയും ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? ഓരോ ആംഗിളും 60 ഡിഗ്രി വരണം. ഓക്കെ, സോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ഓരോ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കിക്കേ, ഇത് 60 ആണ്, ഇത് 60 ആണ്, ഇതും 60 ആണ്. സോ ടോട്ടൽ എത്ര കിട്ടും? 60 പ്ലസ് 60 പ്ലസ് 60 എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, നമ്മുടെ തിയറം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തില്ലായിരുന്നോ? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന് പറയുന്ന പേരെന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ ഓൾ സൈഡ്സ് ഹാവ് ദ സെയിം ലെങ്ത് ആൻഡ് each angle has measure 60 degree. Okay, is it clear? An equilateral triangle is a triangle in which all 3 sides have the same length and each angle has measure 60 degree. ഓക്കെ, ഈക്വൽ ഡിഗ്രി ആയിരിക്കും. അത് എപ്പോഴും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈക്വൽ ഡിഗ്രി എന്ന് പറയുന്നത്, ഈക്വൽ ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? Equilateral triangle is a triangle in which 3 sides have the same length and each angle has measure 60 degree. 60 degree. 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ പറയുന്ന പേരെന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഐസോസിലസ് ട്രയാങ്കിൾ. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. സോ വാട്ട് യു മീൻ ബൈ ഐസോസിലസ് ട്രയാങ്കിൾ? എ ട്രയാങ്കിൾ in which 2 sides are of equal length is called an isosceles triangle. Equilateral triangle എന്തായിരുന്നു? 3 sides equal ആയിരുന്നു, 3 angles അതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? only 2
സൈഡ്സ് മാത്രമേ ഈക്വൽ ആവത്തുള്ളൂ. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ലിസൺ കെയർഫുള്ളി. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ എന്താണ് ലൈനകത്ത് 2 മാർക്ക് ചെയ്തേക്കുന്നുണ്ട്. അതെന്താണ് മീനിങ്? ഈക്വൽ എന്നുള്ള മീനിങ് ആണ്. ഇതിന് ഈക്വൽ ആയിരിക്കും ഇത്, അതിനുള്ള മീനിങ് ആണ് നമ്മൾ ആ വര ഇട്ടേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ എക്സും വൈയും എക്സും ഇസഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന് പറയുന്ന പേരെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. സോ ഇവിടെ നോക്കിക്കേ, വൈ ഇസഡ് എന്ന് പറയുന്ന പേരാണ്. ഈ ലൈനിന് ഈ സൈഡിന് പറയുന്ന പേരെന്താണ്? ബേസ്. ഈ സൈഡിന് പറയുന്ന പേരെന്താണ്? ബേസ്. ഓക്കെ, സോ 2 sides have the same length. എന്തായിരുന്നു? എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇസഡ്. ഓക്കെ, എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇസഡ്. സോ ഐസോസിലസ് ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ in which 2 sides are equal length is called an isosceles triangle. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾസിനെ പറയുന്ന പേരെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിൾ. ദെൻ ഇവിടെ നോക്കിക്കേ, എക്സ് വൈ എക്സ് ഇസഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ദെൻ വൈ ഇസഡ് എന്ന് പറയുന്നത് ബേസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദാ ആംഗിൾ വൈ ആംഗിൾ ഇസഡ്. ഓക്കെ, അതെന്ന് പറയുന്നതാണ് ബേസ് ആംഗിൾ. എന്താണ്? ബേസ് ആംഗിൾ. സോ ബേസ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ വൈ ആംഗിൾ ഇസഡ്. ബേസ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ വൈ ആൻഡ് ആംഗിൾ ഇസഡ് എന്ന് പറയുന്നതാണ് ബേസ് ആംഗിൾസ്. ഓക്കെ, സോ ദ ബേസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ എന്താണ്? ഈ ആംഗിൾ വൈയും ഈ ആംഗിൾ ഇസഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ എന്താണ്? ബേസ് ആംഗിൾസ് എത്ര തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? ഈ സൈഡ്സ് 2 ഈക്വൽ ആണ്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന 2 ആംഗിൾസും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. Okay, so the 2 sides have the same length and the base angle opposite to the equal sides are equal. Okay, so നമുക്ക് അത് വെച്ച് 2 പ്രോബ്ലം ചെയ്യാം. So okay, isosceles triangle എന്താണ്? Isosceles triangle in which 2 sides are of equal length is called an isosceles triangle. What is equilateral triangle? Equilateral triangle എന്ന് പറയുന്നത് എന്താണ്? All sides have the same length and each angle has measure 60 degree. Okay. ഫൈൻഡ് എക്സ് ഡിഗ്രി. തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രി ഫൈൻഡ് ചെയ്യുക. അതായത് ആംഗിൾ ബി എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യുക. സോ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ആകെ ഒരു ട്രയാങ്കിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതിനകത്ത് ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഈ 2 സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ട്. ലിസൺ കെയർഫുള്ളി. ഈ 2 സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പിക്ചറിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? So we can say that angle B equal to angle C ആണെന്ന് പറയാം. So here AB equal to AC. Here AB equal to AC. So the triangle is isosceles. Okay, so we can say that angle B equal to angle C. So angle ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ എക്സ് ഡിഗ്രി ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, സോ അതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണ്. ഒരു ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? വൺസ് അഗെയിൻ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത്
എക്സ് എന്ന് പറയുന്ന ആംഗിളാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. വേറെ തന്നിരിക്കുന്ന പിക്ചറിൽ തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. സോ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ആ രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുന്ന ആ രണ്ട് സൈഡ്സ് ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ട്രയാങ്കിൾ ഇസ് ഐസോസിലസ്. സോ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. സോ ആംഗിൾ സി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ട്രയാങ്കിളിലെ ആംഗിൾ എക്സ് ഫൈൻഡ് ചെയ്യുക. സോ നിങ്ങളുടെ ഒരു ലോജിക്ക് അനുസരിച്ച് നമ്മളിവിടെ എങ്ങനെയായിരിക്കും എക്സ് ഫൈൻഡ് ചെയ്യുന്നത്? ഒന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് പി ക്യു ഈക്വൽ ടു ക്യു ആർ. ഓക്കെ, ദെൻ ഇനി എന്താണ്? ഇവിടെ എക്സ് ഡിഗ്രി ആണ്. സാധാരണ നമുക്ക് ഇവിടെ തരുമ്പോഴാണ് നമ്മൾ ഇത് രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഇത് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് ഫൈൻഡ് ചെയ്യുന്നത്? സോ നമ്മൾ ഏത് തിയറം വെച്ചിട്ട് നമ്മൾ ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യും? നമ്മൾ ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇതിൽ ഏത് ആംഗിൾ തന്നിട്ടുണ്ട്? ആംഗിൾ ക്യൂ തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, സോ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ആംഗിൾ പിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എത്ര ഡിഗ്രി വരുന്നോ അത്രയും ഡിഗ്രി തന്നെ ആയിരിക്കും ഈ ആംഗിൾസിലും വരുന്നത്. ഓക്കെ, ഈ ആംഗിളിൻ്റെയും മെഷർമെൻ്റ് എന്ന് പറയുന്നത് അത്രയും ഡിഗ്രി തന്നെ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ. ഏത് കണ്ടീഷനാണ് ഇത്? നമ്മൾ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ മാത്രമേ പറയത്തുള്ളൂ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത്. ഓക്കെ, സോ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി എങ്ങനെ ഫൈൻഡ് ചെയ്യും നമ്മൾ? ഇതിനകത്ത് എന്ത് ചെയ്യുക? നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ നോക്കിക്കോ. 100 പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ദെൻ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 180 മൈനസ് 100. ഓക്കെ, നമ്മളിവിടെ എന്തോ ഇത് ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ 100ൻ്റെ ഈക്വലിൻ്റെ അപ്പുറം കൊണ്ടുപോയി. സോ ഈക്വലിൻ്റെ അപ്പുറം പോയപ്പോഴത്തേന് ഇവിടെ പ്ലസ് ആയിരുന്ന 100 ഈക്വലിൻ്റെ അപ്പുറം വന്നപ്പോഴത്തേന് എന്തായി? മൈനസ് 100 ആയി. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി? 80 ഡിഗ്രി. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. സോ നോക്കിക്കേ, ലിസൺ കെയർഫുള്ളി. ഇവിടെ ഈ ആംഗിൾ പിയും ഈ ആംഗിൾ ക്യൂ അല്ല ഇവിടെ സോ നോക്കിയാൽ ലിസൺ കെയർഫുള്ളി. ഇവിടെ ആംഗിൾ ആർ ആണേ. ആംഗിൾ ക്യൂ നമ്മൾ എന്താണ് 100 ഡിഗ്രി നമ്മൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആംഗിൾ 100 പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 മൈനസ് 100. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 80 ഡിഗ്രി. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 80 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഇവിടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 80 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കും? ഈ രണ്ട് ആംഗിൾസും തമ്മിൽ ആഡ് ചെയ്തപ്പം നമുക്ക് 80 ഡിഗ്രിയാണ് കിട്ടിയത്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 40 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. അതായത് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി, ദെൻ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. സോ
we can say that x degree is equal to x എന്ന് പറയുന്നത് എത്രയായിരിക്കും 40 ഡിഗ്രി ആയിരിക്കും. Is it clear? So listen carefully. തന്നിരിക്കുന്ന ട്രയാങ്കിൾസിലെ എക്സിൻ്റെ ആംഗിൾ എക്സ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുക. നമുക്ക് ആകെ തന്നേക്കുന്ന ക്ലൂ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇതിലെ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ് 100 ആണെന്നറിയാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്താ അറിയാം, നമ്മളുടെ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇതിലെ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ 100 പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ, നമുക്ക് ഈ പിക്ക് നമുക്ക് 100 കൊടുക്കാമല്ലോ. ആർ ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 100 അപ്പുറം പോകുമ്പോൾ -100 ആവും. സോ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 80 ഡിഗ്രി. ഓക്കെ, സോ ഒരു രണ്ട് ആംഗിൾസിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആകുമ്പം ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓരോ ആംഗിളും അതിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി ആൻഡ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇതിലെ പ്രീവിയസ് ആയിട്ടുള്ള തിയറംസ് നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ തിയറംസ് ആണ്, ഏതൊക്കെ പ്രൂഫാണ് നമുക്ക് വേണ്ടെന്നുള്ളത് നമ്മൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, സോ what we have studied in this class, equilateral triangle and isosceles triangle. Okay, so what is equilateral triangle? Equilateral triangle have the same, all sides have the same length and each angle have measured 60 degree. Then what is isosceles triangle? Isosceles triangle in which two sides are of equal length is called an isosceles triangle and the base angles are equal. Okay, so we will continue the next class. Let us wind up the class. Assalamu alaikum.